തന്നെ താങ്കളെ പോലുള്ള ആളുകൾ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ രക്ഷണ കുടുംബത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ വെല്ലുവിളി അല്ലെങ്കിൽ താങ്കളുടെ വെല്ലുവിളി എന്ന് ഞാൻ അതിന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ട് താങ്കൾ ക്ഷമിക്കുക. താങ്കൾ ഞങ്ങളെ ഉണർത്തി അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ച ആ ഒരു വിഷയം അത് വളരെ സ്ട്രോങ് ആയി. കാളിച്ചേട്ടാ, വലിയ സന്തോഷം. അൽഹംദുലില്ലാ. നമ്മുടെ മത്സരങ്ങളൊക്കെ അത് ഇങ്ങനെയാകണം, എന്നാലേ നമ്മുടെ പ്രവൃത്തി സാർത്ഥകമാകുള്ളൂ. നമ്മളിപ്പോൾ എന്തിനാണ് മത്സരിച്ചത്? ഒരാൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി. ആ മാത്സര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പാവപ്പെട്ടൊരു കുടുംബം അതിൻ്റെ ഗുണഭോക്താക്കളാകുകയാണ്. അല്ല, നമ്മൾ പരസ്പരം വൈരാഗ്യവും വിദ്വേഷമൊക്കെ വെച്ച് പുലർത്താൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന മാത്സര്യം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? അത് പറയുമ്പോൾ നമ്മളെടുക്കുന്ന എഫോർട്ട്, അത് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതിൻ്റെ ശ്രോതാവായ ആളുകൾക്ക് അവർക്കുണ്ടാകുന്ന മാനസികമായ വിഷമങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. പക്ഷേ ഈ മാത്സര്യങ്ങളൊക്കെ നമ്മുടെ നന്മയിലാകുമ്പോൾ എന്തൊരു ഗുണമാണ് അല്ലേ? ഈ മാത്സര്യങ്ങളൊക്കെ നന്മയിലാകുമ്പോൾ എന്തൊരു സന്തോഷമാണ്, എത്ര സാർത്ഥകമാണ്. നമുക്ക് സന്തോഷം. നമ്മൾ മത്സരിച്ച് സഹായിക്കാൻ സന്നദ്ധമാകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവായ ആളുണ്ടല്ലോ, അയാൾക്ക് എത്ര സന്തോഷം. നമ്മളിങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ആരും മന്യരല്ല, നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ മറയെല്ലാം നീങ്ങി പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ നമ്മൾ ഒറ്റക്കെട്ടാവും. മാത്രമല്ല, ഞാൻ ആരെയും നിന്ദിക്കാൻ വേണ്ടിയോ ഇസ്ലാമേതര സമൂഹങ്ങൾ ആരും സഹായിക്കാൻ തയ്യാറല്ല, അവർ സഹായിക്കുന്നവരല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയല്ല. നിങ്ങളൊക്കെ ഉണരണം. എന്തിനു വേണ്ടി? സ്വസമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കാതങ്ങൾക്കപ്പുറമുള്ള ഒരു മുസൽമാനെ വിളിച്ച് സഹായം ചോദിക്കുമ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ സഹായിക്കും. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നൊരു നിരാശയുണ്ട്. നമുക്കാരുമില്ലല്ലോ, ഞാൻ എത്രയോ കാതങ്ങൾക്കപ്പുറമാണ് ഞാൻ താമസിക്കുന്നത്, നമുക്കാരുമില്ലല്ലോ, നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് നിരാശ വരാൻ പാടില്ല. നമുക്കൊപ്പം നമ്മുടെ ചേട്ടന്മാരുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുണ്ട് എന്നൊരു തോന്നൽ അവരെ മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയ പിൻബലം നൽകും. അതിനുവേണ്ടി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളെ ആരെയും നിന്ദിക്കാൻ വേണ്ടിയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കും വേണ്ട. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഒരു കല്യാണം ഭംഗിയായിട്ട് നടത്താനാണ് തീരുമാനം. ഇനി അതിന്റെ പേരിൽ താങ്കൾ എന്തെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ സഹോദരി തന്നെയാണ് താങ്കൾ കൊടുക്കാം, പേരത്തോടെ കൊടുക്കാം. ഞാൻ സഹായിക്കും ധനുപേട്ട, എന്നെ കൊണ്ട് കഴിയുന്ന സഹായിക്കും. ഇന്നലെ ആ പെൺകുട്ടി വിളിച്ചിരുന്നു, ഇന്ന് 7 PM വിളിക്കുമെന്ന് പറഞ്ഞു. നിരന്തരമായി വാട്സപ്പിൽ മെസ്സേജ് വിടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയും, നിങ്ങൾ ചെയ്യണം. ഞാൻ ഏറ്റിട്ടുണ്ട്, ആദ്യഘട്ടം ഞാൻ ഏറ്റതാണ്. ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു, കല്യാണത്തിന് ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബവുമായി ഇൻഷാ അല്ലാഹ് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നമുക്ക് ഒന്നിച്ച് ഇന്ന് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഇതിലൊരു കാര്യമുണ്ട് സാറേ, നമ്മുടെ ഈ കേരളത്തിലുള്ള ഹൈന്ദവ സമൂഹം ഒരു പരിധിവരെ നിരീശ്വരവാദികളാണ്. അതായത് അവർക്ക് ചെറുപ്പം മുതൽ ഈ പറയുന്ന പോലെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല, ഒരു അറിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞതിൽ ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ്, ഞങ്ങൾ സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടുത്തെ ഹൈന്ദവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അതിനൊരു പ്രത്യേക ക്ലാസോ കാര്യങ്ങളോ മദ്രസകളോ പോലെയൊന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഞങ്ങളുടെ സമൂഹത്തിൽ. പ്രിയപ്പെട്ട ധനുപേട്ട, എല്ലാ ആദരവും നിലനിർത്തി പറയുകയാണ്. ഈ പറഞ്ഞൊരു വാക്കിലാണ് ഞാനും ചേട്ടനും തമ്മിൽ ഭിന്നാഭിപ്രായമുള്ളത്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങളും അവരുടെ ദൈവസങ്കല്പങ്ങളെക്കുറിച്ചൊന്നും പഠിക്കാനുള്ള ഒരു അവസരം ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെ പറയുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായ ഒരു സ്വാഭാവിക സംശയമാണ്, ഈ ബവർ മെഹ്മൻഷിയുടെ എനിക്ക് നല്ലൊരു ഹിന്ദുവാകാൻ കഴിഞ്ഞില്ല എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വർഷങ്ങളോളം സംഘപരിവാർ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നൊരു പോയിൻ്റുണ്ട്. ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൊപ്പിയിട്ടൊരു മുസൽമാനെ കാണുമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ക്രോധം കൊണ്ട്, ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിക്കാനുള്ള ഒരു ത്വര അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അനുപേട്ട, ഒരിക്കൽ പോലും അദ്ദേഹം കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു മുസൽമാനോട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ സ്വാഭാവികമായ വൈരാഗ്യം, ദേഷ്യമൊക്കെ ഉണ്ടാകുന്നത്? ആ ഉണ്ടാകുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മതവിശ്വാസ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മതഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിർമ്മിത സത്യങ്ങൾ, ചില സംഘടനകൾ അവരുടെ ശാഖയിൽ പഠിപ്പിക്കുന്ന നിർമ്മിത സത്യങ്ങൾ പഠിച്ചു. അത്തരം തെറ്റായ ചരിത്രബോധമാണ് അവൻ്റെ മനസ്സിൽ ഈ വൈരാഗ്യവും ഈ ക്രൂര ചിന്തയും ഉണ്ടാക്കുന്നത്. ചിന്തിക്കാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്, തേവലക്കര അലവിക്കുഞ്ഞ് മൗലവി എന്ന് പറയുന്ന 90 വയസ്സ് പിന്നിട്ട വയോവൃദ്ധനായ മനുഷ്യൻ പ്രഭാത നമസ്കാരത്തിന് പുറപ്പെടുകയും പള്ളിയിലെത്തി അംഗസ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ വധിക്കുന്നത്. ഈ വധിച്ച ഒരാളെപ്പോലും ജീവിതത്തിൽ ദ്രോഹിച്ച മനുഷ്യനല്ല അദ്ദേഹം. 90 വയസ്സ് പിന്നിട്ട് ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? മറ്റൊരു സംഭവമാണ് നമ്മുടെ കാസർഗോഡ് ചുരിയിൽ പള്ളിയിലെ റിയാസ് മൗലവി വധം. നിങ്ങൾ ആ കൊലപാതകത്തിൻ്റെ രീതിശാസ്ത്രം ശ്രദ്ധിച്ചാൽ മതി. ജീവിതത്തിൽ ഹെൽമറ്റ് വെക്കാത്തതിന് പോലും പെറ്റി കേസ് 500 രൂപ കൊടുത്തിട്ടില്ലാത്ത
അത്രയും നിരുപദ്രവകാരിയായ ഒരു മനുഷ്യനെ പള്ളിയിൽ കയറി നിർദാക്ഷിണ്യം കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു. മദ്രസയിലേക്ക് പോകുന്ന 11 വയസ്സുള്ള ഫഹദിനെ കൊലപ്പെടുത്തുന്നു. മഞ്ചേരിയിലെ കോടതി വളപ്പിലിട്ട് ചിരതക്കുട്ടി എന്ന ആമിന ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവിടെ ഇട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇതിനൊക്കെ അവർ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അവിടെയാണ് നമ്മുടെ ഈ പോയിന്റ് ഉള്ളത്. ഈശ്വര വിശ്വാസത്തെക്കുറിച്ചും അവനവൻ്റെ ദൈവസങ്കല്പത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നതിനപ്പുറം അപരമത വിദ്വേഷം കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നു. അഥവാ അവനവൻ്റെ മതവും അതിൻ്റെ ദർശനങ്ങളും അതിൻ്റെ തത്വങ്ങളും ഇത് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റായ ചരിത്രങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഭാരതം ഭൂതകാലത്തിൽ സ്മൃതിയുടെയും ശ്രുതിയുടെയൊക്കെ കാലഘട്ടമായിരുന്നു. ഋഷിവര്യന്മാരെ കൊണ്ടും സന്യാസിവര്യന്മാരെ കൊണ്ടും സമൃദ്ധമായ ഒരു കാലഘട്ടം. ഹൈന്ദവ സഹോദരങ്ങളെല്ലാം ഐക്യത്തിലും അഖണ്ഡതയിലുമായിരുന്ന ഒരു കാലഘട്ടം. ആ സന്തോഷത്തിലേക്ക് നിറയൊഴിക്കാൻ സെമിറ്റിക് മതങ്ങളായ ക്രൈസ്തവ മതവും ഇസ്ലാമും ഒക്കെ കടന്നു വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ രൂപത്തിലായത് എന്ന തെറ്റായ ചരിത്രം ധനുപേട്ടന് പറയാൻ കഴിയുമോ? ഇന്ത്യയുടെ ഭൂതകാലം എങ്ങനെയായിരുന്നു? എം.എൻ. റോയിയുടെ ഇന്ത്യ ചരിത്രം വായിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥയെന്ന്? പാവപ്പെട്ടവൻ്റെ പിന്നോക്കക്കാരൻ്റെ ശവപ്പറമ്പ് എന്ന് പറയാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 19-ാം നൂറ്റാണ്ടിലെ കേരളചരിത്രം എന്ന പി ഭാസ്കരനുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊന്നും സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നടന്ന സംഗതിയല്ല. 19-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്തിനേറെ 100 കൊല്ലത്തിനപ്പുറം വരെ ഈ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. EMSന്റെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എന്ന് വായിച്ചാൽ മതി. അങ്ങനെ അധസ്ഥിതരായി ജീവിച്ച മനുഷ്യർക്ക് ആശ്വാസത്തിൻ്റെ തുരുത്തായി മറ്റൊരു സ്പേസ് ഉണ്ടാകണം. ആ സ്പേസ് ആയിരുന്നു ഇസ്ലാം മതവും ക്രൈസ്തവ മതവും. അവർക്ക് മാറി നിൽക്കാൻ, ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു ചോയ്സ് ആയിരുന്നു ഇസ്ലാം. അല്ല, ഇസ്ലാം ഇവിടെ ഒന്നും തകർത്ത് തരിപ്പണമാക്കിയതല്ല. ഈ രാജ്യത്തുള്ള മനുഷ്യർ അസംഘടിതരാകാനുള്ള കാരണം ഈ വർണ്ണവ്യവസ്ഥയാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങൾ നിരാശയുടെ വാക്ക് പറഞ്ഞല്ലോ, എല്ലാവരും നിരീശ്വരവാദികളാണ്, ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നിരീശ്വരവാദികളായ ഹൈന്ദവരിൽ ഒരാൾ പോലുമല്ല തേവലക്കര അലവിക്കുഞ്ഞി മൗലവി എന്ന 90 വയസ്സ് പിന്നിട്ട വയോവൃദ്ധനെ വധിച്ചത്, റിയാസ് മൗലവിനെ വധിച്ചത്, ഫൈസൽ കുടിനിയെ വധിച്ചത്, അതുപോലെ തന്നെ ആമിനക്കുട്ടി എന്ന ചിരതക്കുട്ടിയെ വധിച്ചത്, 11 വയസ്സുള്ള ഫഹദ് എന്ന് പറയുന്ന പൊന്നുമോനെ പോലെ വധിച്ചത്. അവരാരും നിരീശ്വരവാദികളായ ഹൈന്ദവരല്ല, ഈശ്വര വിശ്വാസികൾ. ധനുപേട്ടൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായ ആളുകളാണ്. അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് അറിയാം? ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രമാണ്. ഇന്ത്യ അല്ലെങ്കിൽ ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർത്തത് ഈ അധിനിവേശ ശക്തികളാണ്. അവർ ഈ രാജ്യത്ത് ഓടിക്കണം, അവർ കൊല്ലപ്പെടേണ്ടതാണ് എന്ന തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നു. ഈ ചരിത്രം പഠിപ്പിക്കുന്നതിനിടയിൽ എവിടെയാണ് അവനവൻ്റെ ഉത്കൃഷ്ടമായ സംസ്കാരം? മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ആ സനാതന ധർമ്മം ഉണ്ടല്ലോ, വേദങ്ങൾ പഠിപ്പിക്കുന്ന കരാവിമ ശരീരസ്യ നേത്രയോരുമ പശ്മണി ആവിചാര്യം കുര്യത് മിത്രം മിത്ര സമുച്ചതെ, കണ്ണിൻ്റെ പോള പോലെ തന്നെ അപരനെ സഹോദരനെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആ ഹൈന്ദവ ദർശനങ്ങളുണ്ടല്ലോ, അത് പഠിപ്പിക്കാനും പഠിക്കാനും ഒന്നും സംവിധാനമില്ല, അതിനൊരു സമയമില്ല. അതിനേക്കാൾ കൂടുതൽ അപരമത വിദ്വേഷം പഠിപ്പിക്കാൻ എഫോർട്ട് എടുക്കുന്നുണ്ട്, സമയം കണ്ടെത്തുന്നുണ്ട്. ആ സമയം ഈ പറയപ്പെട്ട അവനവൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ എടുക്കുകയാണെങ്കിൽ ഈ രാജ്യം സുന്ദരമാകും, സമത്വ സമ്പൂർണ്ണമാകും. ദൈവം അനുഗ്രഹിക്കട്ടെ.